ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. രജനികാന്ത് ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോളിലെത്തിയ ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ലാൽ സലാം. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് അത്ര മികച്ച കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയ്ക്ക് ഇപ്പോഴത്തെ രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കുറവ് വേൾഡ് വൈഡ് കളക്ഷനാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 16 കോടിയാണ്. അതേസമയം കേരളത്തിൽ സിനിമ ഒരു വൻ ദുരന്ത സ്റ്റാറ്റസ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ജയിലർ പോലെ ഒരു റെക്കോർഡ് വിജയം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത അതേ രജനികാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ദിവസം സിനിമയുടെ സ്ക്രീനുകളെല്ലാം തന്നെ പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സിനിമകൾക്ക് പോയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 60 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ. 1 കോടി ടച്ച് ചെയ്യില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായ റിപ്പോർട്ടില്ല. ചിലയിടങ്ങളിലെല്ലാം തന്നെ 50 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നു. എന്നാൽ വേറെ ചിലയിടങ്ങളിൽ സിനിമയിൽ നിന്നുള്ള രജനികാന്തിന്റെ മാത്രം പ്രതിഫലം 40-50 കോടി റേഞ്ചിലാണ് എന്ന് പറയുന്നു. എന്തായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാം. അപ്പോൾ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മലയാളം സിനിമകളാണല്ലോ പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ 2 സിനിമകളുടെയും ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കഴിഞ്ഞ വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. 2 സിനിമകളെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു വീഡിയോയിലെ വിഷയം ഇന്നത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് അല്ല, മറിച്ച് നാളെ തിങ്കളാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ്. അത് പ്രകാരം കഴിഞ്ഞ 3 ദിവസത്തെ ആകെ കളക്ഷനിലെ ലീഡിൽ ആരായിരുന്നുവോ അതേ സിനിമ തന്നെയാണ് ഇപ്പോഴത്തെ ലീഡിൽ നിൽക്കുന്നത്. തിങ്കളാഴ്ച ദിവസം പ്രേമലു എന്ന സിനിമയ്ക്കാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയേക്കാൾ കൂടുതൽ മികച്ച ബുക്കിങ്ങും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസും. പ്രേമലു എന്ന സിനിമയ്ക്ക് ഒന്നിലധികം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ഉണ്ടെങ്കിൽ ടൊവിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് അത് ശൂന്യമാണ്, അതല്ലെങ്കിൽ 0. എന്തായാലും ദിവസങ്ങളിലെ കളക്ഷൻ പോലെ ഇരിക്കും 2 സിനിമകളുടെയും ഹിറ്റ് വെർഡിറ്റ്. എന്തായാലും കാത്തിരിക്കൂ 2 സിനിമകളുടെ വെർഡിറ്റ്, അവസാനത്തെ വെർഡിറ്റ് എന്താണ് എന്ന് അറിയാനായിട്ട്. വെറും 2 ദിവസങ്ങൾ കൊണ്ട് ഫൈനൽ വെർഡിറ്റ് ഉറപ്പാക്കപ്പെട്ട സിനിമയാണല്ലോ മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട കാമിയോ റോളിലെത്തിയ നിറഞ്ഞ കയ്യടികൾ നേടിയെടുത്ത ജീവനായകനെ എത്തിയ രാഷ്ട്രീയ സിനിമ കൂടിയായ യാത്ര 2. ആദ്യ ദിവസം ആന്ധ്രയിലെ തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ എല്ലാം തന്നെ കണ്ടപ്പോൾ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 50 അല്ല 100 കോടി എത്തും. മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി സിനിമയാകുമെന്നൊക്കെ നാം പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നും തന്നെ ഇനി നടക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 50 കോടി രൂപ പോയിട്ട് 5 കോടി ഫൈനലിലേക്ക് 4 ദിവസങ്ങൾ കൊണ്ട് സിനിമ എത്തപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രവുമല്ല ഇന്നത്തോടെ സിനിമ ഏകദേശം വാഷ് ഔട്ട് റണ്ണിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വിവരം. അപ്പോൾ വെറും 4 ദിവസങ്ങൾ കൊണ്ട് വാഷ് ഔട്ട് ആകുകയാണ് യാത്ര 2 എന്ന സിനിമ. 40 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ യാത്ര 2 വാർത്തകൾ കേട്ട്.